إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, നമ്മെല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ 183-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൾപ്പിച്ചത്. ലോക മുസ്ലിങ്ങൾ പരിശുദ്ധമായ റമദാൻ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായി മാനസികമായും എല്ലാ തയ്യാറെടുപ്പുകളുമായി റമദാനെ സ്വീകരിക്കാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടി തന്നെ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാനും ആ റമദാനിനെ പരലോകത്തുകളും മറ്റു കർമ്മങ്ങളുമെല്ലാം അനുഷ്ഠിച്ച് സ്വർഗം കൈവരിക്കാനും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ നമുക്കറിയാം, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യങ്ങളിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് എണ്ണിത്തന്ന ഇസ്ലാം കാര്യങ്ങൾ എന്ന് ചെറുപ്പം മുതലേ
മദ്രസകളിലും മറ്റുമൊക്കെയായി കൊണ്ട് നമ്മൾ ചൊല്ലിപ്പഠിച്ച 5 കാര്യങ്ങൾ പ്രവാചകൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അതിൽ ഒന്നാണ് അസ്സിയാം, നോമ്പ് എന്നത്. പരിശുദ്ധ റമദാനിലാണ് ഇസ്ലാം കാര്യം എണ്ണിപ്പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങളാകുന്ന നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയത്. അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിലെ നിസ്കാരങ്ങളും പരിശുദ്ധ ഖുർആനിൽ, അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിലെ ഖുർആൻ പാരായണങ്ങളും എല്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത അനുഭവവും അനുഭൂതിയും ആണ്. പരിശുദ്ധ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിനങ്ങളിലും നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന മാസമാണ്. അതുപോലെ തന്നെ അനേകം ആളുകൾക്ക് അള്ളാഹുവിന്റെ മഹത്തായ മഗ്ഫിറത്ത് ലഭിക്കുന്ന ഒരു മഹനീയമായ മാസമാണ് റമദാൻ. സ്വദഖകൾക്ക് കൂടുതൽ ആവേശം കാണിക്കുന്ന ഒരു മാസമാണ് റമദാൻ. പുണ്യങ്ങൾ നിർവഹിക്കുന്നതിൽ വിശ്വാസികൾ ഏറെ ശ്രദ്ധ കാണിക്കുന്ന ഒരു മാസമാണ് റമദാൻ. അതുപോലെ തന്നെ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾക്കുമായ മാസമാണ് പരിശുദ്ധ റമദാൻ. ഓരോ നന്മകൾക്കും ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് റമദാൻ. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ധാരാളം പ്രത്യേകതകളുള്ള പുണ്യ റമദാനിനെയാണ് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും വരവേൽക്കാനിരിക്കുന്നത്. നോമ്പിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. പരിശുദ്ധമായ റമദാനിലെ നോമ്പ് അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയത് അത് നമ്മൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹു നോമ്പുമായ കാര്യങ്ങൾ 2-3 വചനങ്ങളിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ നോമ്പിൽ നമ്മൾ സ്വീകരിക്കേണ്ട, നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങൾ അല്ലാഹു തആല ആ വചനങ്ങളിലൂടെ നമുക്ക് ഉണർത്തി തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത് 5 നേരത്തെ ഫർള് നമസ്കാരം പോലെ സകാത്ത് കൊടുക്കൽ നിർബന്ധമാക്കപ്പെട്ടവർ സകാത്ത് നൽകൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിർവഹിക്കൽ ബാധ്യതയുള്ളവർ ഹജ്ജ് കർമ്മം ചെയ്യൽ ബാധ്യതയായതുപോലെ തന്നെ റമദാനിലും നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാണ്. അതിൽ ആരെങ്കിലും വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിന്റെ കടുത്ത ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന ഗൗരവമായ ഒരു ബോധം നമുക്ക് വേണം. സഹോദരങ്ങളെല്ലാം നോമ്പെടുക്കുമ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം, അതുപോലെ തന്നെ കൂടെ പഠിക്കുന്നവരൊക്കെ നോമ്പെടുക്കുമ്പോൾ, വീട്ടിലുള്ളവരെല്ലാം നോമ്പെടുക്കുമ്പോൾ ഞാൻ എങ്ങനെ നോമ്പെടുക്കാതിരിക്കും എന്നതിനല്ല നമ്മൾ മനസ്സിലുണ്ടാവേണ്ടത്. മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റുകയാണ് എന്ന ബോധത്തോടുകൂടി അള്ളാഹുവിന്റെ മഹത്തായ ആ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി തന്നെയായിരിക്കണം നമ്മൾ നോമ്പനുഷ്ഠിക്കേണ്ടത്. ഇനി ഈ നോമ്പ് റമദാനിലേക്ക് തെരഞ്ഞെടുത്തത്, അതിനും അള്ളാഹു പറഞ്ഞു, ഷഹ്റു റമദാൻ, റമദാൻ എന്ന് പറയുന്ന മാസം, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ റമദാനിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. അപ്പൊ ഖുർആൻ ഇറങ്ങിയത് റമദാനിലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായ നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റമദാനിനെ നമ്മൾ വരവേൽക്കാൻ നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമയത്ത് ആ റമദാനിലേക്ക് എത്തിച്ചേരുമ്പോൾ ദുനിയാവിന്റെ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായ ഒരു വിജയം ലഭിക്കുന്ന ഒരു കാര്യമാക്കി മാറ്റാൻ
ഇപ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ട കരുക്കൾ നീക്കേണ്ടതുണ്ട്. നമ്മുടെ സമയങ്ങൾ നമ്മൾ അതിനനുസരിച്ച് ക്രമീകരിക്കണം. നമ്മുടെ ഇബാദത്തുകൾ, ദിക്റുകൾ ചൊല്ലാൻ, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ, ഇങ്ങനെ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും സമയം കാണേണ്ടതുണ്ട്. ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ നിവർത്തി നിൽച്ച് ഓതി ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുകയും അതൊക്കെ വളരെ മഹനീയമായ പുണ്യകരമായ കാര്യം തന്നെയാണ്. ഇനി ഖുർആൻ ഒന്നും നമ്മുടെ നമുക്കറിയാം, ഖുൽ അഊദു ബിറബ്ബിന്നാസും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ ഹുവല്ലാഹു അഹദും ഇങ്ങനെ തുടങ്ങി എണ്ണിയാൽ നമുക്കറിയാവുന്ന എത്രയോ സൂറത്തുകളുണ്ട്. പലർക്കും ജുസുകളും 2 ജുസുവും 3 ജുസുവും ഒക്കെ ഹിഫ്ളുള്ളവരൊക്കെ ഉണ്ടാകും. നമുക്കറിയുന്ന ഖുർആൻ പല സന്ദർഭങ്ങളിലും യാത്രകളിൽ നമുക്ക് ആരിച്ചിരിക്കാതെ ആ സമയങ്ങളിലൊക്കെ ഖുർആൻ ഓതാം. അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലാം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. ഈ രൂപത്തിലൊക്കെ ഈ പരിശുദ്ധ റമദാനിന്റെ സമയങ്ങളെ ധന്യമാക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിന്റെ ഈ നോമ്പിലൂടെ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹനീയമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. നമുക്കറിയാം, പരിശുദ്ധ നോമ്പെടുക്കുമ്പോൾ ദാഹമുണ്ടാകും, വിശപ്പുണ്ടാകും. പക്ഷേ ഈ ദാഹത്തിനും വിശപ്പിനുമൊക്കെ റഹ്മാനായ റബ്ബ് നമുക്ക് ഒരുക്കി തന്ന ഭക്ഷണത്തെക്കുറിച്ചും അല്ലാഹു തആല നമുക്ക് ചൊരിഞ്ഞു തരുന്ന വെള്ളത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് ഓർക്കാനും അതുപോലെ തന്നെ അതിന് അല്ലാഹുവിനോട് നന്ദി കാണിക്കാനുമുള്ള ഒരു മനസ്സ് വിശ്വാസികളാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എത്ര ദുർബലരാണ് എന്നത് നമ്മൾ ആലോചിക്കണം. വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ, ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്ര പ്രയാസത്തിലാണ്. അള്ളാഹുവിന്റെ സഹായമില്ല എങ്കിൽ നമുക്കെങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്നതൊക്കെ പരിശുദ്ധ റമദാനിന്റെ പകലുകളിൽ അന്നപാനീയങ്ങൾ ഒഴിവാക്കുമ്പോൾ വിശ്വാസികളുടെ അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിനോട് നന്ദി കാണിച്ച് അള്ളാഹുവിനോട് വിനയാന്വിതരായിക്കൊണ്ട് അള്ളാഹുവിനെ വണങ്ങിയും വഴങ്ങിയും ജീവിക്കാൻ വിശ്വാസികൾ പ്രാപ്തരാക്കും എന്നതാണ് പരിശുദ്ധ നോമ്പിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന മാനസികമായും അതുപോലെ തന്നെ മറ്റുമൊക്കെ ലഭിക്കുന്ന വലിയ ചിന്തകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ റമദാനിന്റെ നോമ്പിനെ കുറിച്ച് മഹത്വങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന നമ്മളെല്ലാം പലപ്പോഴും കേട്ടിട്ടുള്ള വചനമാണ്, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈമാനോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുമാണ് റമദാനിൽ നോമ്പെടുക്കുന്നത് എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞെടുക്കും. നോക്കൂ നിങ്ങൾ, അപ്പൊ ഈമാനായിരിക്കണം, വിശ്വാസത്തോടു കൂടിയായിരിക്കണം നോമ്പെടുക്കേണ്ടത്. അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിന് മാത്രം ശിർക്കിന്റെയോ കുഫറിന്റെയോ ഒരു കണികയെങ്കിലും നമ്മുടെ വിശ്വാസത്തിലോ കർമ്മങ്ങളിലോ ചേരാതെ നല്ല ഈമാനോട് കൂടിയുള്ള ആളുകൾ, അതുപോലെ തന്നെ പ്രതിഫലം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തിയും റഹ്മത്തും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട്, പരലോക വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആരെങ്കിലും ഈ നോമ്പെടുക്കുന്നത് എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ എപ്പോഴാണെന്നറിയോ ഓർക്കുക. ഇതൊക്കെ ഓർക്കുന്നൊരു സമയമുണ്ട്. എപ്പോഴാണത്? മരണം മുന്നിൽ വരുമ്പോ, മരണം മുന്നിൽ കാണുമ്പോ മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുന്നൊരു രംഗമുണ്ടല്ലോ. ആ രംഗത്ത്, ആ ഒരു സമയത്താണ്, ആ സമയത്ത് റബ്ബിനോട് പറയും, റബ്ബിർജിഊൻ, റബ്ബേ എന്നെ ഒന്ന് മടക്കി തരണം, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, റബ്ബേ ഞാൻ വിട്ടേച്ചു പോയ, ഞാൻ നഷ്ടപ്പെടുത്തിയ ഒരുപാട് അമലുകളുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തോളാം റബ്ബേ എന്ന് അല്ലാഹുവിനോട് ആ സമയത്ത് വിലപിക്കുന്ന ഒരു രംഗം വരാനുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, വചനം കൊണ്ട്, ആ വിലാപം കൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും ഒരു വാക്കാണടോ, ഇത് വെറും ഒരു വർത്തമാനമാണ്, അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. നമുക്ക് നിശ്ചയിച്ച ആ സമയത്ത് നമ്മുടെ റൂഹിനെ ആ മലക്കുൽ മൗത്ത് ഏറ്റെടുക്കുമെന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാര്യമല്ല, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഈമാനോടെയും ഇഹ്തിസാബോടെയും
ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തഖ്വയോടുകൂടി ഈ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി നോമ്പ് എന്ന നിലക്ക് നോമ്പിന് റമദാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക വേണം, നിയ്യത്ത് വേണം. നിയ്യത്തില്ലാത്ത ഏതെങ്കിലും കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ? സ്വീകരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഇന്നമൽ അഅ്മാൽ, അത് നിയ്യത്തുകൾക്കനുസരിച്ചാണ്. എന്താ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ നാടുകളിൽ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് നിയ്യത്ത് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക വചനമുണ്ട്. അള്ളാഹുവിന്റെ റസൂലും സഹാബിമാരൊക്കെ പഠിപ്പിച്ചു തന്ന, ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചു തന്ന ഒരു ഖൗലുണ്ട്, നവൈതു സൗമഖദിൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചൊല്ലുന്നതാണ് നിയ്യത്ത്. അത് ചൊല്ലാത്തത് നിയ്യത്തല്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ച പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയല്ല സുഹൃത്തുക്കളെ, അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തന്നപ്പോൾ എവിടെയും തന്നെ അങ്ങനത്തെ ഒരു നിയ്യത്ത് ചൊല്ലി പറയുക എന്നത് ഒരു കിതാബിലും, ഹദീസിന്റെ ഒരു കിതാബിലും നമുക്ക് കാണാൻ സാധ്യമല്ല. എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. സഹാബിമാരും അങ്ങനെ തന്നെ. സഹാബിമാർ ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു വചനം ചൊല്ലിയതായിക്കൊണ്ട്, നിയ്യത്തിന്റെ വചനം ചൊല്ലിയതായിക്കൊണ്ട് എവിടെയും തന്നെ വന്നിട്ടില്ല. ഇതൊക്കെയും പിന്നീട് ഇസ്ലാമിൽ കടന്നു വന്നിട്ടുള്ള പുതിയ ആചാരങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ അഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കൽപ്പനയിൽ ഇല്ലാത്തത് ആരെങ്കിലും പുതിയതായി കൊണ്ടുവന്നാൽ അത് ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയണം. അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ ചൊല്ലിയിട്ടില്ലാത്ത, പഠിപ്പിച്ചിട്ടില്ലാത്ത, ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് നിയ്യത്ത് ചൊല്ലി പറയുക എന്നുള്ളത്. അതുപോലെ തന്നെ നിസ്കാരത്തിൽ നിന്നാലുണ്ടാവും. ഫർദ് നിസ്കാരത്തിൽ നിന്നാൽ ഉസല്ലി ഫർദൽ ളുഹ്രി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചൊല്ലി പറയും. എന്ത് ഇതേ നിയ്യത്ത് സുന്നത്ത് നിസ്കാരത്തിനുണ്ടോ? ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, റവാത്തിബ്. ശേഷം 2 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. എന്താ അവിടെ നിയ്യത്ത് ഉറക്കെ ചൊല്ലണില്ലല്ലോ? ചൊല്ലുന്നുണ്ടോ? ഇല്ല. 5 നേരത്തെ ഫർദ് നിസ്കാരത്തിന് നിയ്യത്തിന്റെ വചനങ്ങളുണ്ട്. നോമ്പിന് നിയ്യത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഇഅ്തികാഫിന് നിയ്യത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഇത് മാത്രം ഇസ്ലാമിലെ നന്മ, ഇത് മാത്രം ഇസ്ലാമിലെ ഇബാദത്തായിട്ടുള്ളൂ. നമ്മൾ നേരം വെളുത്തത് മുതൽ ചെയ്യാറുണ്ടോ? നിയ്യത്ത് പറയാനുള്ള വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, ചിന്തിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു 3-4 ഇബാദത്തുകൾക്ക് മാത്രം നിയ്യത്ത് ചൊല്ലി പറയുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുക, നിയ്യത്ത് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വചനം, അങ്ങനത്തെ ചൊല്ലി പറയുക എന്നുള്ളത് ഇല്ല. മനസ്സിൽ വിചാരിക്കലാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നിയ്യത്ത് എന്നത് നിർബന്ധമാണ്. നിയ്യത്തില്ലാത്തൊരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. നിയ്യത്ത് എന്നത് മനസ്സിൽ വിചാരിക്കലാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ നോമ്പുകാരൻ എങ്ങനെയായിരിക്കണം എന്നതാണ്. എങ്ങനെയായിരിക്കണം നോമ്പുകാരൻ? വെറുതെ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ച് അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമയം തുലക്കലല്ല. നമ്മൾ പലപ്പോഴും ചെറിയ കുട്ടികളും യുവാക്കളും ഒക്കെ, കൗമാരപ്രായത്തിലെത്തിയവരൊക്കെ ഗെയിം കളിച്ചിട്ട് സമയം കളയും. അതിനൊന്നും തന്നെ രക്ഷിതാക്കൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ രൂപത്തിൽ സമയം കളഞ്ഞ് എങ്ങനെയെങ്കിലും മഗ്രിബാക്കുക എന്നതല്ല നോമ്പ്. നന്മകൾ ചെയ്തുകൊണ്ട് മഗ്രിബാക്കാൻ ആയിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗെയിം കളിച്ച് അതല്ലെങ്കിൽ മറ്റു വല്ല നേരം പോക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ല സുഹൃത്തുക്കളെ നമ്മൾ ഈ റമദാനിന്റെ പകലിൽ നമ്മൾ കഴിച്ചു കൂട്ടേണ്ടത്. മറിച്ച് നമ്മൾ പരലോക നന്മക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പ്രതിഫലം വാരി കോരി തരുന്ന മാസമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫർ റമദാൻ കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഓഫർ നമ്മൾ വാരി കൂട്ടാനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ സമയത്ത് അനാവശ്യമായ ചർച്ചകൾ നടത്തിക്കൊണ്ട്, അനാവശ്യമായ സംസാരങ്ങൾ നടത്തിക്കൊണ്ട്, ഏതെങ്കിലും പീടിക തിണ്ണകളിലോ ഏതെങ്കിലും ബസ് സ്റ്റോപ്പുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിക്കൊണ്ട് കൂട്ടുകാരോടൊത്തുകൊണ്ടുള്ള വൃഥാ വർത്തമാനങ്ങളും സംസാരങ്ങളും കൊണ്ടും യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ നമ്മൾ റക്കണം. എന്റെ ഓരോ പള്ളിയിൽ എത്ര സമയം കഴിച്ചു കൂട്ടും,
പള്ളിയിൽ അതുപോലെ നേരം വെളുത്തത് മുതൽ ഒരു ദിവസം എത്ര പേജ് ഖുർആൻ പാരായണം ചെയ്യണം, ഏതൊക്കെ വിഷയങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ കേൾക്കണം, എന്തൊക്കെ പഠിക്കണം, അതുപോലെ തന്നെ ജോലി, ഇതെല്ലാം നമ്മൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയായിരിക്കണം ഈ റമദാനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കളെയും ആ രൂപത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഖുർആൻ ചിലപ്പോൾ നോമ്പെടുക്കാൻ ചോദിക്കും, ഉപ്പാനോടും ഉമ്മാനോടൊക്കെ ചോദിക്കും, ഞാൻ നോമ്പെടുക്കട്ടെ എന്ന്. എടുപ്പിക്കുക. ചെറിയ കുട്ടികളെയൊക്കെ സഹാബിമാരും താബീങ്ങളും ഒക്കെ മുൻഗാമികളായ സലഫുകളൊക്കെ അവരൊക്കെ അങ്ങനെയായിരുന്നു. അവരുടെ മക്കളെ ചെറുപ്പം മുതൽക്കുമായിരുന്നു. ഈ ഒരു നമ്മുടെ മക്കളെയും നമ്മൾ ശീലിപ്പിക്കുക. ഒരുപക്ഷെ മുഴുവനാക്കാൻ സാധിച്ചു കൊള്ളണമെന്നുണ്ടാവില്ല, എന്നാലും കഴിയുന്നത് പോലെ രാവിലെ അത്താഴത്തിന് വിളിച്ചുണർത്താനും ആ അത്താഴത്തിൽ പങ്കെടുപ്പിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ കൂടെ കഴിയുന്നത് പോലെ നോമ്പ് എടുത്ത് മുന്നോട്ട് പോകാനും, നോമ്പ് തുറയിലും എല്ലാത്തിലും വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്കും പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരെയും കൂട്ടിപ്പിടിക്കാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതുകൂടെ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ രാത്രി നിസ്കാരം, തറാവീഹ് നിസ്കാരം പ്രത്യേകം പറയേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. ആരെങ്കിലും റമദാനിൽ ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടെങ്കിൽ രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോ റമദാനിലെ തറാവീഹ് നിസ്കാരം അതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്, അതിലും നമ്മൾ പങ്കെടുക്കണം. ഈ റമദാനിൽ പല രൂപത്തിൽ, പലപ്പോഴും പണ്ടത്തേത് പോലെയല്ല, ഇന്ന് റമദാൻ എന്ന് പറയുന്നത് പല രൂപത്തിലുമുള്ള അങ്ങാടികളും മറ്റും നിറഞ്ഞു നിൽക്കുകയാണ്. പഴയ കാലം, ഇപ്പോൾ റമദാനായി കഴിഞ്ഞാലും കടകളിൽ തിരക്കാണ്. വൈകുന്നേരമായ സാധനം വാങ്ങിക്കൊണ്ടുവരുന്നു, പോകുന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്ന ഒരു സമയമായിരിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ഇതൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുകയും നമ്മൾ ഓരോരുത്തരും ഒരു വിശ്വാസികൾ എന്ന നിലക്ക് പരിശുദ്ധമായ പുണ്യ റമദാനിനെ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ സമയങ്ങൾ നീക്കരുത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. റമദാനിലെ പുണ്യങ്ങൾ കരസ്ഥമാക്കാനായിരിക്കണം നമ്മുടെ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കൽ. നമുക്കറിയാം, ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അയാളുടെ ആ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ നോമ്പ് തുറയൊക്കെ ഓരോ റമദാൻ കഴിയുമ്പോഴും എല്ലാം കാര്യങ്ങളാണ് പലപ്പോഴും വരുന്നത്. നോമ്പ് തുറ സൽക്കാരം, അതുപോലെ തന്നെ ഇങ്ങനെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് എന്നും നോമ്പ് തുറ, എന്നിട്ട് നോമ്പ് തുറക്കുണ്ടാകുന്ന ഭക്ഷണങ്ങൾ എത്രയാണ്. ഭക്ഷണങ്ങൾ പല രൂപത്തിലുള്ള കരിച്ചതും പൊരിച്ചതും ചുട്ടതും അങ്ങനത്തതും ഇങ്ങനത്തതും പല നിറത്തിലും സ്മെല്ലിലും ഒക്കെ ല്ലേ നോമ്പ് തുറക്ക് വിശ്വാസികൾ ഉണ്ടാക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ആലോചിക്കണം, ആരാ ഇതൊക്കെ, ആരാ ഈ ചെയ്യുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. ദൂർത്തടിക്കരുത് എന്നും ദൂർത്തടിക്കുന്നവർ ശൈത്താന്റെ സഹായികൾ കൂട്ടുകാരാണ് എന്നും പരിശുദ്ധ ഖുർആൻ ഉണർത്തിയ അതിന്റെ അധ്യാപനങ്ങൾ വിശ്വാസികളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ദൂർത്തടിക്കുന്ന, അനാവശ്യമായി കൊണ്ട് അവിടുത്തെ നോമ്പ് തുറക്ക് അങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെയുണ്ടായിരുന്നു, നമുക്കും വേണം അങ്ങനെ, നമുക്കും വേണം അതെല്ലാം എന്ന രൂപത്തിൽ അവിടെ കണ്ടതും അവിടെ കേട്ടതുമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഉണ്ടാക്കിയ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ഗ്രഹനാഥന്മാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചോദിക്കും. റബ്ബ് ചോദിക്കും നമ്മളോട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും. അതുകൊണ്ട് നോമ്പ് തുറയെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകം കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിലെ പ്രാർത്ഥനകളാണ് റമദാനിൽ നമുക്കുള്ളത്. റമദാനിലെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ മുമ്പിൽ അനേകം കാര്യങ്ങളുണ്ട്. അങ്ങ് ഫലസ്തീനിൽ മാതാപിതാക്കളില്ലാതെ യതീമായി കിടക്കുന്ന പിഞ്ചോമന മക്കളുണ്ട്. ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന ഭക്ഷണമില്ലാതെ, പാർപ്പിടമില്ലാതെ, വസ്ത്രമില്ലാതെ, അതുകൊണ്ട് ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്ന് വിളിച്ചു പറയുന്ന അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത്
ആ നരനായാട്ട് നടത്തുന്ന ഇസ്രായേലിന്റെ കൂട്ടാളികളുടെയും ആക്രമണത്തിന് ഇരയായ എത്രയോ പാവപ്പെട്ട ജനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസത്തിലും നമ്മൾ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പിഞ്ചോമന മക്കൾക്ക് അതിനു വേണ്ടി, ഖുദ്സിന്റെ ആളുകളുടെ മോചനത്തിന് വേണ്ടി, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സഹായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ പാടില്ല. അത് റമദാനിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ സുഹൃത്തുക്കളെ, നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ആ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ നന്മക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും തന്നെ ഹോസ്പിറ്റലുകളിൽ വേദന അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്, കടബാധിതരായിക്കൊണ്ട്. അതുപോലെ തന്നെ വീടില്ലാതെ കഷ്ടപ്പെടുന്ന അനേകം സഹോദരങ്ങൾ നമ്മുടെ ഇടയിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അതിലുപരിയായിക്കൊണ്ട് നാളെ കത്തിയാളുന്ന ജഹന്നം, ആ നരകത്തിൽ നിന്നുള്ള മോചനം, സ്വർഗപ്രവേശനം, അത് നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടുതൽ വരേണ്ടതുണ്ട്. ഇങ്ങനെ പരിശുദ്ധ റമദാനിലെ ഓരോ കാര്യങ്ങളും, ദാനധർമ്മങ്ങളുടെ വിഷയങ്ങളാണെങ്കിൽ അത് വേറെ, ദാനധർമ്മങ്ങൾ അതും ഇതുപോലെ തന്നെയാണ്. എത്രയാണ് ഇതിനൊക്കെ പ്രതിഫലം ലഭിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. എല്ലാത്തിനും ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന പുണ്യമാസം ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അശനരെ സഹായിക്കുന്ന പല സംരംഭങ്ങളുമുണ്ട്. ഇങ്ങനെ പള്ളികളും മദ്രസകളും കോളേജുകളും യതീമുകളുമായിട്ട് ഇങ്ങനെ നമുക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ, പുണ്യകരമായ മാർഗത്തിൽ ഏതെല്ലാം വിധേന സ്വതക്കകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ അവിടെയൊക്കെയും തന്നെ നമ്മൾ ധാരാളം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ് എന്ന് പറയുന്നത്. ഈ റമദാൻ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നണം, ഈ റമദാനിൽ എനിക്ക് കുറെയൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കാൻ, എന്നൊന്ന് ആലോചിക്കാനെങ്കിലുമുള്ള ഒരു അവസ്ഥയിലേക്ക് സുഹൃത്തുക്കളെ ഈ റമദാൻ നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നോമ്പിന് അത്താഴം കഴിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. നബി പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം. സഹൂർ എന്ന് പറയുന്നത്, അത്താഴം എന്ന് പറയുന്നത്, അതിൽ ബറക്കത്തുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അത് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ രാവിലെ പലപ്പോഴും ഭക്ഷണം കഴിച്ച് യാത്ര പോയി, പക്ഷെ എന്നാൽ നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ വിശക്കാൻ തുടങ്ങും. പക്ഷേ നോമ്പിന് അത്താഴത്തിന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടാണ് ഉള്ളത് എങ്കിൽ അതൊരു റാഹത്ത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബറക്കത്താണ്, അനുഗ്രഹമാണ്, ബറക്കത്താണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണം, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലെ തന്നെ അഹ്ലുൽ കിതാബിന്റെയും നോമ്പിന്റെ ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അക്ലത്തു സഹർ, അത് അത്താഴം കഴിക്കലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ അത്താഴം കഴിക്കുക എന്ന് പറയണം. അതുപോലെ തന്നെ ഇനി എന്നായിരിക്കും നോമ്പ് എന്നുള്ളതാണ്. എന്നാൽ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാസം കണ്ടാൽ, ഉദയം കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത് കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, അത് കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. ഇനി നിങ്ങൾക്ക് വല്ല മേഘം കൊണ്ടോ മറ്റോ കാണാൻ തടസ്സമുണ്ടായാൽ അപ്പോൾ നിങ്ങൾ 30 പൂർത്തിയാക്കുക എന്നുള്ളതാണ്. മാനത്തുണ്ടായി എന്നുള്ളത് കൊണ്ട് എന്താവൂല, മാസം ഒന്നാവൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാനത്തുണ്ടെങ്കിലും ശരി, ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത മേഘം കൊണ്ടോ മറ്റോ തടസ്സം ഉണ്ടെങ്കിൽ, അപ്പൊ അതിൽ എന്ത് മനസ്സിലായി, കാണൽ നിർബന്ധമാണ്. ഇപ്പോൾ തന്നെ നോമ്പ് പ്രഖ്യാപിച്ച ആൾക്കാരുണ്ട്. നോക്കണം നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന, അതല്ലെങ്കിൽ അവരുടെ ഓരോരുത്തർക്കും അവരുടേതായ പല നിലപാടുകൾക്കനുസരിച്ച് കൊണ്ടാണ് ഇന്ന് പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിന്റെ റസൂലാണ് നമ്മളോട് പറയുന്നത് എന്ത്? കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, കണ്ടാൽ നിങ്ങൾ അവസാനിപ്പിക്കുക. എന്നിട്ട് നബി പറഞ്ഞു,
ഇനി നിങ്ങൾക്കത് കാണാൻ തടസ്സമുണ്ടെങ്കിൽ, തടസ്സമായാൽ, ചിലപ്പോൾ മേഘം കൊണ്ട് കാണാൻ കഴിയില്ല, മഴക്കാലാണ്, ചിലപ്പോൾ കാണാൻ കഴിയില്ല, അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ 30 പൂർത്തിയാക്കി പിന്നെ 1 ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കണക്കും കാര്യങ്ങളും അതുപോലെ കാണുക എന്നുള്ളത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് റമദാൻ 1 മുതൽ കൃത്യമായി കൊണ്ട് തന്നെ നോമ്പിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ഊന്നിക്കൊണ്ട് നമ്മളും നമ്മുടെ കുടുംബവും എല്ലാവരും ഇബാദത്ത് ചെയ്യാൻ, നന്മകളിൽ മുന്നേറാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമദാനിനെ എല്ലാ നിലക്കും ഖൈറോട് കൂടി വരവേൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ റബ്ബേ. രോഗികളായവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. കടം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നീ സമാധാനവും ആശ്വാസവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹമായ, നിന്റെ കാരുണ്യമായ മഴയെ നീ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും നിന്റെ സഹായവും നിന്റെ അനുഗ്രഹവും നീ ചൊരിയണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.